പാലക്കാട് തിരുവാഴിയോട് സ്വകാര്യ ബസ്സിന് തീപിടിച്ചു. കോഴിക്കോട് നിന്ന് ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് കത്തിയത്. ബസ്സിൽ നിന്നും പുക വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാർ ഉടനെ പുറത്തിറങ്ങി. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. സഡൻലി ഞങ്ങളെല്ലാവരും ഉറങ്ങുമായിരുന്നു, മോസ്റ്റ്ലി എല്ലാം പാസഞ്ചർ. അതിന് കണ്ടക്ടർ എന്ന് പറഞ്ഞ് വെളിയിൽ ഇറങ്ങി വരിക. അങ്ങനെ ഞങ്ങളെല്ലാവരും വെച്ച് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. പക്ഷേ ഞങ്ങൾ പിന്നെ സ്മെല്ല് വരാൻ തുടങ്ങി ചെറുതായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പം പിന്നെ നോക്കിയപ്പോൾ ബസ്സെല്ലാം കത്തുമായിരുന്നു. ഓൾമോസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് കത്താൻ തുടങ്ങി, ഡാഷ് ബോർഡിൻ്റെ താഴെ. പിന്നെ ബാക്കിയുള്ളവർ എല്ലാവരും ഓടി വന്നു. ഇതിലേക്ക് നോക്കിയപ്പോഴാണ് ഇങ്ങനെ പുക പോകുന്നത്, എന്തോ വയറെന്തോ ഷോർട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് എല്ലാവരും പെട്ടെന്ന് ഇറങ്ങി. കാരണം അവർ തീയാന്നൊന്നും പറയാത്തതുകൊണ്ട് ആരും വെപ്രാളപ്പെട്ടതൊന്നുമില്ല. പെട്ടെന്ന് ഇറങ്ങിക്കഴിയാലും പെട്ടെന്ന് തന്നെ തീ നന്നായിട്ട് കത്തി പടർന്നു ഒന്നായി. പിന്നെ അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഫ്രണ്ട് ആദ്യം ഫുള്ള് കത്തി. പിന്നെ പുറകിലുള്ള ലഗേജൊക്കെ കുറേ അവർ എടുത്ത് പുറത്തിട്ടുണ്ട്. ഉള്ളിലുള്ള ബാഗുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും കത്തി നശിച്ചിട്ടുണ്ട്. സഡൻലി വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ആ ബസ് പൂർണ്ണമായും കത്തിയമരുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തം ഒഴിവായതല്ലേ? എന്താണ് സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്? ഈ ബസ് തീപിടിക്കാനുള്ള കാരണം എന്താണ് എന്നത് അറിവായിട്ടുണ്ടോ? ലക്ഷ്മി, 9:15 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തലനാരിഴയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് ചെന്നൈയിലേക്ക് പോയ A1 ട്രാവൽസ് ആണ് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം തന്നെ മുഴുവൻ യാത്രക്കാരെയും ആ ബസ്സിൽ നിന്നും ഇറക്കാൻ കഴിഞ്ഞു. ബസിന്റെ മുൻവശത്ത് നിന്ന് പുക വരുന്നത് കണ്ടോടുകൂടി ബസ് നിർത്തി. ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് തന്നെയാണ് ഈ തീ വാഹനത്തിൽ നിന്നും പുക വരുന്നത് കണ്ടത്. ഉടൻ തന്നെ വാഹനം നിർത്തി യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. യാത്രക്കാർ ആ സമയത്ത് ഇങ്ങനെ തീ പിടിച്ചു എന്ന വിവരം ജീവനക്കാർ അവരോട് പറഞ്ഞിരുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അത് ആളുകൾ കൂടുതൽ പരിഭ്രാന്തി പരത്തുകയും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ മുഴുവൻ ഇറക്കാൻ ജീവനക്കാർക്ക് കഴിഞ്ഞു. 22 യാത്രക്കാരും 4 ബസ് ജീവനക്കാരുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. മുഴുവൻ പേരും വാഹനത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ ഏറെക്കുറെ അതിന്റെ മുൻവശത്ത് നിന്ന് തീ ആളിപ്പടർന്നുകൊണ്ടിരുന്നു. അല്പസമയത്തിനകം തന്നെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബസ്സിനെ മുഴുവൻ അഗ്നി ഒഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അത് കാണുമ്പോൾ മനസ്സിലാകും. അത്രയും പൂർണ്ണമായും ആ ബസ് കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനിടയിൽ ബസ് പുകയുയരുന്ന സമയത്ത് തന്നെ അതിന്റെ പുറകുവശത്തുള്ള ലഗേജുകളെല്ലാം യാത്രക്കാർക്ക് എടുത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മുൻവശത്ത് സൂക്ഷിച്ചിട്ടുള്ള ലഗേജുകൾ പൂർണ്ണമായും കത്തി എന്നുള്ളതാണ് ബസ്സിലെ യാത്രക്കാർ പറയുന്നത്. ചെന്നൈയിൽ ജോലിക്കും അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ, പഠനാവശ്യങ്ങൾ, അങ്ങനെ പല ആവശ്യങ്ങൾക്കായി പോകുന്ന യാത്രക്കാരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ പരീക്ഷ എഴുതാനും മറ്റും പോയ അവരുടെ ഹാൾ ടിക്കറ്റ് ഉൾപ്പെടെ കത്തിയെന്ന് യാത്രക്കാർ പറയുന്നുണ്ട്. എന്തായാലും അവിടുത്തെ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടൽ തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. മുഴുവൻ യാത്രക്കാരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അവരുടെ കുറെ യാത്രക്കാരുടെ ലഗേജുകൾ സംരക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും കുറെ ആളുകളുടെ ലഗേജുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇതിന്റെ അപകട കാരണം എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ്. മുൻവശത്തിന്റെ ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത് അപകടം ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ബസ് കത്തിയമർന്നത് എന്നുള്ള വിവരമാണ് വരുന്നത്. ഏതായാലും ഒരുപാട് പേർക്ക് അവരുടെ രേഖകൾ നഷ്ടമായിട്ടുണ്ട്. പക്ഷേ ആർക്കും തന്നെ അപകടമുണ്ടായിട്ടില്ല, മറ്റപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.